ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. എന്നാണ്ട് എല്ലാവർക്കും വിശേഷം? മഴയൊക്കെ അല്ലേ? മഴയത്തേക്ക് എന്ത് വിശേഷം? പുറത്തിറങ്ങാനോ ഒന്നും പറ്റത്തില്ലല്ലോ. ഇപ്പൊ 2-3 ദിവസമായിട്ട് നല്ല മഴയാ. പിള്ളേരെ രാവിലെ കൊണ്ടുവിടാനാലും കൂട്ടിക്കൊണ്ട് വരാനൊക്കെ ആയാലും ഈ മഴ കാരണം എന്തൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഈ കൂലിപ്പണിക്ക് പോകുന്നവരൊക്കെ ആയാലും ആൾക്കാർക്ക് പണിയൊന്നും ഉണ്ടാവത്തില്ലല്ലോ അല്ലെ. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തൊരു അവസ്ഥയാ. അപ്പൊ ഞാൻ ഇന്ന് എന്നത്തെ പോലെ തന്നെ രാവിലെ എണീറ്റു. എല്ലാ ശരിക്കും വീട്ടമ്മമാരുടെ ഒരു എന്താ പറയണ്ടേ, ഒരു ശരിക്കും ഒരു വെല്ലുവിളി തന്നെ. രാവിലെ എല്ലാ ദിവസവും എന്തുണ്ടാക്കുന്നു? കാരണം ഈ ഒരു ദിവസം ഉണ്ടാക്കി തന്നെ പിറ്റേ ദിവസം ഉണ്ടാക്കാനും പാടില്ല. അങ്ങനെയെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി. ഇവിടെയൊക്കെ അങ്ങനെ കേട്ടോ, ഇന്ന് ഉണ്ടാക്കിയ സാധനം നാളെ ഉണ്ടാക്കിയാൽ എല്ലാവരുടെ മുഖം ഇങ്ങനെ എന്താ പറയാ, ഒരുമാതിരി സൈഡിലേക്ക് ഇരിക്കും. ഇത് തന്നെയാണ് എല്ലാ ദിവസവും. ചിലപ്പോ ഇന്നലെ ഉണ്ടാക്കിയത് തന്നെ ആയിരിക്കും പിന്നെ ഉണ്ടാക്കുന്നത്. 2 ദിവസം ഒരേ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളെങ്കിൽ പോലും അങ്ങനെ കേട്ടോ. പക്ഷെ പണ്ട് വീട്ടിലായിരുന്ന സമയത്ത് ഞാനും അങ്ങനെ കേട്ടോ. അമ്മ ഇന്ന് ദോശ നാളെയും ദോശ ചോദിക്കും, എന്ന് ഇത് തന്നെയാണോ എന്ന് ചോദിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യന്മാരെല്ലാം അങ്ങനെയാണല്ലോ. മനുഷ്യന്മാർക്ക് ഒന്നിനൊരു എന്താ പറയണ്ടേ, ഒന്നിലും അവർക്കൊരു സംതൃപ്തി ഇല്ലാത്ത ആൾക്കാരല്ലേ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ തന്നെ അല്ലെ. അപ്പം എന്താ പറയണ്ടേ, അപ്പൊ ഞാന് ഇന്നലെ എന്താ ഉണ്ടാക്കിയേ മറന്നുപോയി. ഇന്നിപ്പോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാന്ന്. തലേദിവസം ഓൾറെഡി പിള്ളേര് നാളെ ചപ്പാത്തി ആക്കണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ചപ്പാത്തി മുട്ടക്കറി ആക്കാന്ന് വിചാരിച്ചു. പണ്ടൊക്കെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമില്ല. കാരണം ഈ കുഴയ്ക്കോ ആക്കുകയോ ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ചു. ഇപ്പൊ ഞങ്ങള് പഴയ മിക്സി പോയിട്ട് പുതിയ മിക്സി വാങ്ങി. കുറേയായി ഹൗസ് വാമിങ് സമയത്ത് 2 വർഷമൊക്കെ ആയി. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യുന്നേ, നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കുകയും എല്ലാം ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ കയ്യിലൊന്നും ഒത്തിപ്പോ കണ്ടില്ല എത്ര വേഗത്തില് ചപ്പാത്തി മാവ് നമുക്ക് കുഴച്ച് കിട്ടിയത്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പൂരിക്കും ചപ്പാത്തിക്കും നമുക്ക് ഈ പത്തിരിക്കൊക്കെ നമ്മൾ കുഴക്കൂല, അതൊക്കെ നമുക്ക് ഇതിനകത്തെ ഇട്ട് മിക്സിയിലിട്ടാൻ കുഴച്ചെടുക്കട്ടെ. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം രാവിലെ ആയാലും നമുക്ക് ഭയങ്കര ഈസി. എത്ര പേരുണ്ടെങ്കിലും നമുക്ക് ചപ്പാത്തിന്റെ ഒരു പരിധി ഉണ്ട്. ഒത്തിരി നിറച്ചു വിട്ടിട്ട് അങ്ങനെ ആ മിക്സിയിലാക്കരുത്. അതിനകത്ത് കൊള്ളുന്നതനുസരിച്ചിട്ട് 2-3 ട്രിപ്പായിട്ടോ അങ്ങനെ നല്ല ആക്കാട്ടെ. ഇപ്പൊ ഞാനിപ്പം ആക്കി ഒരു 10 ഉരുള അങ്ങനെ എനിക്ക് കിട്ടിയിട്ട് 10 ചപ്പാത്തിക്ക് ആക്കാനായിട്ടുള്ളത് എനിക്ക് ആ ഒറ്റ ഇതിൽ തന്നെ കിട്ടിയായിരുന്നു. അപ്പൊ കറി ഓൾറെഡി മുട്ടക്കറിയാണ് വെക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയില് എന്താ പറഞ്ഞൊരു ആദ്യം മന്ദമൊന്നും ഉണ്ടാവത്തില്ല. എല്ലാം തുടക്കം മാത്രമേ കാണുള്ളൂ, ഇടഭാഗം ഒന്നും കാണൂല, അവസാനവും കാണും. അത് അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു ടെൻഷനിലായിപ്പോയി ഞാന്. അപ്പൊ പിന്നെ വീഡിയോ പിടിക്കാനും എല്ലാം മറന്നുപോയി. ആ ടെൻഷൻ എന്താന്ന് ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവല്ലേ. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അത് മാത്രമായിട്ട് ചെയ്യാട്ടോ. അപ്പം പറയെന്താന്ന്. അതുകൊണ്ട് മുട്ടക്കറിയൊക്കെ ആകെ സവോള ഇളക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചപ്പാത്തി പിന്നെ എന്തായാലും പരത്തി ചുടുന്നത് ഞാൻ എടുത്തു. അത് പിന്നെ എന്താന്നിട്ടില്ല, ഓർത്തു കേട്ടോ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. മുട്ട ഞാൻ ഓൾറെഡി എണ്ണീറ്റപ്പോ തന്നെ ആദ്യം തന്നെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും കുക്കറിൽ ഇട്ടിട്ട് മുട്ട പുഴുങ്ങും. അതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേഗം കിട്ടും. അല്ലെങ്കിൽ എനിക്ക് വേറെ പാത്രത്തിൽ വെച്ചാൽ വെന്തോ ഇല്ലോ എന്നൊക്കെ ഫുള്ള് കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. പിന്നെ അതെടുത്ത് ലാസ്റ്റ് മുട്ട പൊളിക്കാൻ നോക്കുമ്പോ ഉള്ളിൽ ഉണ്ണിയൊന്നും ഉറച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ കുക്കർ ആകുമ്പോൾ അതിന്റെ ഒന്നും പ്രശ്നമില്ലല്ലോ. ഒരു വിസിലടിച്ച് ഓഫാക്കി ആവി ഫുള്ള് പോയി കഴിഞ്ഞ് വെള്ളത്തിലിട്ട് തണുപ്പിച്ചെടുത്താൽ നമ്മുടെ എന്താ പറയുക, മുട്ട പുഴുങ്ങി നല്ല അടിപൊളിയായിട്ട് മുട്ട പുഴുങ്ങി കിട്ടും. കുറച്ച് ഉപ്പും കൂടി ഇടുവാണെങ്കിൽ തൊണ്ടൊക്കെ പൊളിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും വേഗത്തിൽ അങ്ങ് പൊളിഞ്ഞ് കിട്ടുകയും ചെയ്തു. പിന്നെ വാങ്ങുന്ന ഈ വെള്ളക്കോഴി മുട്ടയാണ്, അത് തൊണ്ട് പൊളിയാനൊന്നും ബുദ്ധിമുട്ടല്ല, ഈസി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞില്ല ആദ്യവും അന്ത്യവും മാത്രമേ ഉള്ളൂ, ഇടഭാഗം ഒന്നും ഇല്ലാന്ന് കണ്ടില്ല. ചപ്പാത്തിയും കറിയും ഒക്കെ റെഡിയായി, ഞങ്ങള് കഴിക്കുകയും ചെയ്തു. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീൻ വണ്ടി പോയത്. കുറച്ചു ദിവസമായിട്ട് മീനൊന്നും പോകുന്നില്ലായിരുന്നു. അങ്ങനെയൊക്കെ മീൻ വണ്ടി ഒച്ചയിട്ട് തന്നെ ഓടിപ്പോയിട്ട് വേഗം കൈ കെട്ടി നിർത്തി അവരോട് മീൻ വാങ്ങിയതാ. മെയിനായിട്ട് ഇന്ന് മീൻ വാങ്ങാൻ കാരണം എന്ന് പറഞ്ഞാല്, ഞങ്ങളുടെ ഇവിടുത്തെ താറാവ് മുട്ട എല്ലാ ദിവസവും എടുത്തില്ല, വല്ലപ്പോഴും ഒക്കെ എടുത്തുള്ളൂ കേട്ടോ. ഇടുന്ന ദിവസമാണ് കാക്ക മുട്ട എടുത്തിട്ടും പോകും. അപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കൊച്ചിനെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു വീട്ടിൽ കുറെ താറാവ്, ഗിനിക്കോഴി, കോഴി അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അവരോട് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ താറാവ് മുട്ടയിടാൻ വേണ്ടി തവിട് അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് മീൻ കൊടുക്കുവാണെങ്കിൽ കുറച്ച് നല്ലതാന്ന് പറഞ്ഞു. മത്തിയോ അല്ലെങ്കിൽ ഇപ്പൊ ഈ നത്തല് മീനില്ലേ, അതൊക്കെ. അപ്പൊ ഞാനിന്ന് വണ്ടി പോയപ്പം അതാ ഞാൻ മെയിനായിട്ടൊന്ന് മീൻ വണ്ടിട്ട് നോക്കിയിരിക്കാൻ കാരണം, മീൻ വാങ്ങാനും കാരണം. അങ്ങനെ ഞാൻ ഒരു 50 രൂപയ്ക്ക് ഞാൻ കുറച്ചാ നത്തോലി മീൻ വാങ്ങി കേട്ടോ. താറാവിന് ഓൾറെഡി തിന്നാൻ കൊടുത്തു. അത് കഴിഞ്ഞിപ്പം മറ്റേ കിളിമീൻ ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് അതാ വാങ്ങിയത്. അപ്പൊ അതിന്റെ തല ഞാൻ വേഗം മുറിച്ചിട്ട് അതും പിന്നെ താറാവിന് കൊടുത്തു. നാളെ മുട്ട ഇടുമെന്ന് നോക്കട്ടെ താറാവ്. ശരിക്കും 1-2 ഒക്കെ കൊടുത്താൽ മതി എന്നാ പറഞ്ഞേ. അപ്പം ഇല്ലെങ്കിൽ മുട്ടത്തോട് കൊടുത്താലും താറാവ് എല്ലാ ദിവസവും മുട്ട ഇടുന്നുണ്ട്. ഇന്നലെ ഞാന് പൊരിച്ച മുട്ടയുടെ തോടൊക്കെ താറാവിന് വേണ്ടി എന്താ പറഞ്ഞ, താറാവിന് വേണ്ടി ഇന്നലെ ഞങ്ങൾ മുട്ട പൊരിച്ചു എന്ന് പറയാ. മുട്ടത്തോട് താറാവിന് കൊടുക്കാൻ വേണ്ടി. ഇനിയിപ്പം ഇന്ന് മുട്ടയിട്ടില്ല, നാളെ നോക്കട്ടെ ഇതൊക്കെ കഴിച്ചിട്ട് താറാവ് മുട്ടയിടുമെന്ന്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് ശരിക്കും ഒരു ദിവസം ഒരു ശരിയില്ലായിരുന്നു. രാവിലെ തൊട്ടേ ആയാലും
അതില്ല. അപ്പൊ എനിക്ക് തന്നെ വലിയ കറികളൊന്നും വെക്കാനുള്ള ഒരു മൂടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ കഞ്ഞിയും വെച്ചു. പിന്നെ എന്തായാലും പുറത്ത് മഴയും തണുപ്പും ഒക്കെ ആണല്ലോ, ഈ മീനും അങ്ങ് വറക്കാന്ന് വിചാരിച്ചു. കഞ്ഞിയും മീൻ വറുത്തൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അവർക്ക് ഇപ്പൊ ചാറുകറി, ചോറും ചാറും തോരനും അങ്ങനെയൊന്നും ഇഷ്ടമൊന്നുമില്ല. അവർക്ക് അവരുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ കഞ്ഞിയും പയറും മീൻ വറുത്തത് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണം, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിന്ന് ഉച്ചയ്ക്ക് അങ്ങനെ ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ മീൻ ഫസ്റ്റ് തന്നെ ഇളക്കാൻ നേരത്ത് എന്റെ കയ്യിൽ എന്റെ മുള്ളുകൊണ്ട്, ഈ മീനിന് സൈഡിലുള്ള ഈ മുള്ളിലെ നല്ല വേദന എടുത്തത്, നല്ല നീറ്റിലായിരുന്നു. അതും മുളക് പൊടി ഉപ്പും എല്ലാത്തിന്റെ അകത്തിട്ടിട്ട് ഈ തിരുമുമ്പോഴല്ലേ കയ്യിലെ മുള്ളും കൂടി കൊടുക്കുന്നത്. അപ്പൊ ഒന്നും കൂടി നീറ്റില് ഇതിനെയും കൂടി ആകുമ്പം അങ്ങോട്ട് കൂടൂല. പിന്നെ ഓൾറെഡി മീനൊക്കെ സെറ്റാക്കി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ മീനിൽ പിടിക്കുവാണെങ്കിൽ പിടിച്ചിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ ഗ്യാപ്പിൽ തന്നെ ഞാൻ വേഗം കഞ്ഞിയും കൂടി അങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞിയും ആവുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഏകദേശം സമയം ഒരു 12 മണിയൊക്കെ ആയി. പിന്നെ സാധനങ്ങളൊക്കെ ഏകദേശം വാങ്ങിയതൊക്കെ തീർന്നു. ഇനിയിപ്പം ചേട്ടാ വന്നിട്ട് സാധനങ്ങളെല്ലാം ഒന്ന് വാങ്ങാൻ പോണം. അപ്പം ഞാനെല്ലാം ഈ ഞാൻ എന്താ പറഞ്ഞ സാധനങ്ങളെല്ലാം കുറെയൊക്കെ ഞാൻ പറഞ്ഞേക്കാതിട്ട് സൂക്ഷിച്ചു വെക്കും. ബാലൻസ് ഉള്ള ഇങ്ങനെ ഒരു ബക്കറ്റിലിട്ട് ഞാൻ ഇട്ട് വെക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ബക്കറ്റിൽ നല്ല അടച്ചുറപ്പായിട്ട് അങ്ങ് ഇരുന്നോളൂല്ലോ. അപ്പം അതിനകത്ത് ഞാൻ തുറന്നിട്ട് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ നോക്കിയ, ബാലൻസ് ഏതൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് എല്ലാം റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടി ഇതാക്കി വെക്കും. അല്ലെങ്കിൽ തണുപ്പും അല്ലേ, മഴയും, പൊടികളൊക്കെ പൂത്തു പോവാനും മോശമായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഞാന് എല്ലാം ഒന്ന് കെട്ടിപ്പറക്കി ഇങ്ങനെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ചില സമയം ചില സാധനങ്ങൾ നമ്മൾ കാണാതെയൊക്കെ കിടക്കും. അപ്പൊ കുറച്ച് ദിവസം ഞാൻ ഈ കരിങ്ങാലിപ്പൊടി വാങ്ങി, പക്ഷെ അത് എവിടെയാന്ന് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ഇന്നിപ്പോ എല്ലാം കൂടി എടുത്ത് പറക്കിയൊക്കെ വെക്കുമ്പോൾ ഞാൻ കറക്റ്റ് അതെനിക്ക് കിട്ടി. വെള്ളം ചൂടാക്കുമ്പോൾ ഇടുന്ന പൊടിയില്ലേ, അതുപോലെ ഞാനൊരു രസക്കൂട്ട് വാങ്ങിയിട്ടുണ്ട്. അത് പിന്നെ കുറെ തപ്പിയിട്ടും കിട്ടിയില്ല. അന്ന് ഞാൻ വാങ്ങിയെന്ന് തന്നെ എന്റെ ഓർമ്മ. പക്ഷെ ഞാൻ ഇവിടെ ഒന്നും വന്ന് നോക്കിയിട്ട് അത് കാണുന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് എടുത്തും പറക്കിയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ എന്താ കാണാതെ പോയ സാധനങ്ങളും ഇനി ചില സാധനം ഉപയോഗിക്കാതെ മാറിയിരിപ്പുണ്ടെങ്കിൽ അതും ഒക്കെ കാണും. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യും കേട്ടോ. ആ ബക്കറ്റ് പണ്ട് ഞങ്ങൾ ഒരു ദിവസം ഈ 99 അങ്ങനത്തെ മഹാമേള എന്നൊക്കെ പറഞ്ഞില്ല, അവിടുന്ന് വാങ്ങിയ ബക്കറ്റ് കേട്ടോ. 99 200 200ന്റെ മഹാമേള. ആ ബക്കറ്റിന് 200 രൂപ. അത്ര മുഴുത്ത ബക്കറ്റ് കിട്ടിയില്ലേ. എത്ര വർഷമായി, 5 വർഷം കൊണ്ടേ ആ ബക്കറ്റ് വാങ്ങിയിട്ട്. ഇന്നും ഒരു കുഴപ്പവും കൂടെ ഞാൻ അതിനകത്ത് സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് സാധനം ബക്കറ്റിലല്ലാതെ പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതും എടുത്ത് വേഗം ഭരണികളിലൊക്കെ ആക്കി. ഈ ഭരണിയൊക്കെ ഇതൊക്കെ ഒരു 4-5 വർഷം പഴക്കമുള്ള ഭരണി കേട്ടോ. ആ ഭരണി ഇപ്പൊ ഞാൻ ഇടുന്ന പ്ലാസ്റ്റിക്കിന്റെ ഭരണിയല്ല, മറ്റേ കുപ്പി ഭരണി. അത് ഞാൻ മീഷോന്ന് ഞാൻ വാങ്ങിയതാ. ഈ ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബയും മീഷോന്ന് വാങ്ങിയതാ കേട്ടോ. അത് കുപ്പിഭരണി നല്ല ഭരണി, കുഴപ്പം. പക്ഷെ അതിന്റെ അടപ്പ് ഒരു ശരിയില്ല. ഒരു സൈസ് ഒരു ഇരുമ്പിന്റെ കൂട്ടൊരു അടപ്പ്, തകരയുടെ കൂട്ടടപ്പ്, പാട്ടയുടെ ഇല്ലേ, അത് വേഗം തുരുമ്പ് പിടിച്ചിട്ട് അത് അടയ്ക്കാനും തുറക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. ആ പ്ലാസ്റ്റിക്കിന്റെ ആ ടിന്നി കുഴപ്പമില്ല, പക്ഷെ എന്നാലും അതിന്റെ അടപ്പ് എനിക്ക് അത്ര അങ്ങോട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെയാ. അതൊരു സെറ്റായിട്ട് 24 എണ്ണം അങ്ങനെ ഒരു സെറ്റായിട്ട് ഞാൻ അത് മീഷോന്ന് വാങ്ങിയതാട്ടോ. സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാനും ശരിക്കും ഒരേപോലത്തെ ഭരണികൾ നിരന്നിരിക്കുന്നത് കാണാൻ നല്ല ഭംഗി. അങ്ങനെ ഞാൻ എല്ലാം ഒരേപോലത്തെ മീഷോന്ന് വാങ്ങിയത്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് വേഗം മീനൊക്കെ വറുത്ത് കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു ഫ്രിഡ്ജ് ടൂർ എടുത്തായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കി. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ ബൈ.